വ്ളോഗർ സഞ്ജു ടെക്കിയുടെ സഫാരി കാറിന്റെ പുറകിൽ ഒരു സ്വിമ്മിംഗ് പൂള്, വലിയ വാർത്തയായി. അത് റീൽസ് ഉണ്ടാക്കാൻ വേണ്ടി എന്തും കാണിക്കും ഈ ടെക്കികളെന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. ആ ടാറ്റ സഫാരി കാറിന്റെ പിന്നില് അവർ ടാർപാളിങ് കൊണ്ട് ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി അതിലെ വെള്ളം നിറച്ച് റോഡിൽ കൂടെ കൊണ്ടുപോവുകയാണ്. ആ ഡ്രൈവറെ കൂടാതെ 3 പേര് ഈ വാട്ടർ ടാങ്ക്, ഈ ടാർപാളിങ് ഉണ്ടാക്കിയ സ്വിമ്മിംഗ് പൂളിനകത്ത് കിടന്ന് ചാടുകയും മറിയുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് വലിയ വൈറലായി. പക്ഷെ നിയമവിരുദ്ധമായ പ്രവൃത്തിയാണ് ആ വ്ളോഗർ ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. കഴിഞ്ഞ ദിവസം നമ്മൾ വേറൊരു റീൽസ് ചെയ്യുന്നത് കണ്ടു. നാട്ടുപ്രദേശക്കാരൻ ഒരുത്തൻ അവരുടെ ഈ വെള്ളപ്പൊക്ക സമയത്ത് പാലത്തിന്റെ മുകളിൽ നിന്ന് എടുത്തു ചാടി. അത് റീൽസ് ആക്കി ഇടാൻ വേണ്ടിയിട്ടാണ് ചാടിയത്. പാലത്തിന്റെ അത്ര ഉയരമുള്ള പാലത്തിൽ നിന്ന് ഈ വെള്ളപ്പൊക്ക സമയത്ത് ചാടി. ആളെ കണ്ടില്ല. പിന്നെ നാട്ടുകാരെല്ലാം കൂടെ കൂടി അവിടെ നിന്ന് ഒഴുകി ജീവനോടെ എവിടെയോ ഒരു റോഡ്, ആ അതിന്റെ സൈഡിൽ എവിടെയോ ചില വള്ളികളിൽ പിടിച്ച് 1/2 കിലോമീറ്റർ അകലെ ആ വള്ളിക്കിടയിൽ കിടന്ന് നാട്ടുകാരെല്ലാരും കൂടെ വന്ന് ഇയാളെ രക്ഷിച്ച് ജീവൻ രക്ഷപ്പെടുത്തി. അത് വേറെ രീതിയിലുള്ളൊരു വട്ടാണ്. റീൽസിന് വേണ്ടി എന്തും കാണിക്കുന്ന ഒരു പ്രവൃത്തി നമ്മൾ കുട്ടികളുടെ ഇടയിൽ വന്നുകൊണ്ടിരിക്കുന്നു. കൂടുതൽ വ്യൂവേഴ്സ് കാണണം. അത് ഇതുപോലെയുള്ള മണ്ടത്തരങ്ങൾ കാണിക്കുക. വേറെ സെൽഫി എടുക്കുന്നതായിട്ട് ഒരു വലിയ പാറയുടെ മൊനമ്പിൽ പോയി സെൽഫി എടുത്ത് അവിടുന്ന് തലയും കുത്തി താഴെ വീണ് മരിച്ച റീൽസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇപ്പൊ ഇയാൾ കാണിച്ചിരിക്കുന്നത് അങ്ങേരുടെ ടാറ്റ സഫാരിയുടെ പിൻ സീറ്റില് ടാർപോളിയും വലിച്ചു കിട്ടി ഒരു പൂള് പോലെ ഉണ്ടാക്കിയിട്ട് വെള്ളം നിറച്ച് അതിനകത്ത് 3 പേര് ചാടുന്നതും കുടിക്കുന്നതും ചാടുന്നതും കിടക്കുന്നതും കണ്ണാടിയൊക്കെ വെച്ച് കിടക്കുന്നതൊക്കെ കണ്ടു. അത് വലിയ വാർത്തയായെങ്കിലും അയാൾ സാമൂഹ്യപരമായി ചെയ്യുന്ന ഉപദ്രവം, ട്രാഫിക് വയലേഷൻ, നിയമത്തിന് എതിരായിട്ടുള്ള പ്രവൃത്തിയാണെന്നൊന്നും മനസ്സിലാകുന്നില്ല. ഏതായാലും മോട്ടോർ വാഹന വകുപ്പ് അത് സോഷ്യൽ മീഡിയ ലൈവോടുകൂടി അവർ രംഗത്ത് വന്നു. ഇയാളുടെ വാഹനം ഇയാൾ മാറ്റിയിരുന്നു. കൊല്ലത്തുനിന്നത് പിടിച്ചെടുത്തു. ആ വാഹനത്തിനകത്ത് ടാർപാളിങ് കൊണ്ട് കെട്ടിയ സ്വിമ്മിംഗ് പൂളൊക്കെ കണ്ടു. ഏതായാലും ആവശ്യത്തിന് തെളിവ് ആ യൂട്യൂബർ തന്നെ തൻ്റെ വ്ളോഗർ ആ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പോലീസിനും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എളുപ്പമായി. പോലീസ് ഇതിനകത്ത് രംഗത്ത് ഇതുവരെ വന്നിട്ടില്ല. മോട്ടോർ വാഹന വകുപ്പാണ് നടപടിയെടുത്തത്. പക്ഷേ ഇതിനകത്ത് പോലീസ് വകുപ്പിന് കേസെടുക്കേണ്ട വയലേഷൻ നടന്നു. റാഷ് ആൻഡ് നെഗ്ലിജന്റ് മാനറിലാണല്ലോ വാഹനം ഓടിക്കുന്നത്. വാഹനം ഓടിക്കുന്നത് നമ്മൾ വാഹനത്തിൽ കയറി ഇരുന്ന് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ വാഹനം. ആ രീതിയിലാണ് വാഹനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതും സീറ്റ് അറേഞ്ച്മെന്റും എല്ലാം അങ്ങനെയാണ്. അവിടെ കിടന്ന് അഭ്യാസമോ സർക്കസ് കാണിക്കാനൊന്നും കഴിയില്ല. അത് ചെയ്യാനും പാടില്ല ഇവിടെ. അതുകൊണ്ട് ഇത് ഒരു റാഷ് ആൻഡ് നെഗ്ലിജന്റ് ആക്ട് ആണ്. സൂച്ച് 279 മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റ് ചിലപ്പോൾ അത് എടുത്തേക്കുമായിരിക്കാം. 279 IPC 6 മാസം തടവ് അല്ലെങ്കിൽ പിഴ അല്ലെങ്കിൽ 2 കൂടെ ചേർന്ന് കൊടുക്കണം. അതുപോലെ പബ്ലിക് ന്യൂയിസൻസ് ആണ് ഈ കാണിച്ചതല്ല. പൊതുജനങ്ങളുടെ മുമ്പിൽ ഈ കാറിനകത്ത് വന്ന് മറ്റു കാറുകൾക്ക് പോകാൻ മേല ആൾക്കൂട്ടം ഉണ്ടാക്കി തടസ്സം ഉണ്ടാക്കി ഒരു പബ്ലിക് ന്യൂയിസൻസ് ആണ്. ആ പിള്ളേർക്ക് നല്ല രസം തോന്നുമായിരിക്കും. പക്ഷേ ഇത് പബ്ലിക് ന്യൂയിസൻസ് ആണ്. 290 IPC വരെയുള്ള കുറ്റം ചെയ്തു കഴിഞ്ഞവര്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അസൗകര്യം, ഡേഞ്ചറസ് ആയുള്ള യാത്ര, മറ്റുള്ളവർക്ക് അസൗകര്യമൊക്കെ ഉണ്ടാക്കുന്നത് 281 IPC. അപ്പൊ അതും IPC പ്രകാരം 3 കുറ്റമായി. മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റ് എന്തായാലും അദ്ദേഹത്തിനെതിരായിട്ട് 6 വകുപ്പുകൾ വയലേഷൻ കാണിച്ചിട്ടുണ്ട്. അപകടകരമായ ഡ്രൈവിംഗ് ഉണ്ട്, സുരക്ഷിതമല്ലാതെ വാഹനം ഓടിക്കുന്നു, പിന്നെ മറ്റ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നവർക്ക് ഒരു ഒബ്സ്ട്രക്ഷൻ ഇങ്ങനെ ഇതുകൊണ്ട് ഇട്ട് അതിന്റെ മുന്നിൽ കിടന്ന് അഭ്യാസം കാണിച്ച് ഇതിനകത്ത് നീന്തുന്നതും അവിടെ ചാടുന്നതും മറിഞ്ഞുന്നതും ഒക്കെ പൊതുജനങ്ങളെ കാണിക്കുകയാണ്. അതുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പ് 6 കുറ്റങ്ങൾ ചാർത്തി ഈ വാഹനം പിടിച്ചെടുക്കുകയും ചെയ്തു. ഇതിന്റെ വ്ളോഗർ സഞ്ജു ടെക്കിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് 1 വർഷത്തേന് ക്യാൻസൽ ചെയ്തു. പുള്ളിയെ കൂടാതെ ആ വാഹനത്തിന്റെ ഡ്രൈവർ അയാളുടെയും 1 വർഷത്തേന് ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കി. അപ്പൊ 2 പേരുടെയും
1 വർഷത്തിന് ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവര് മലപ്പുറത്ത് MVD കേന്ദ്രത്തിലെ ഒരു പരിശീലനത്തിന് ഒരു 6 മാസം പരിശീലനം മലപ്പുറത്ത് MVDയിൽ. അതുപോലെ ആശുപത്രിയിൽ നിർബന്ധിതമായ സാമൂഹ്യ സേവനം, അത് പുതിയ പരിഷ്കാരമാണ് മോട്ടോർ വെഹിക്കിൾസിന്റെ, നല്ല കാര്യമാണ്. അപ്പൊ അത് രണ്ടും ഇവർക്ക് ചാർത്തിയിട്ടുണ്ട്. കൂടാതെ ഓരോ വർഷം ഡ്രൈവറുടെയും ഈ സഞ്ജു ടെക്കിയുടെയും ലൈസൻസ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. പൊതുനിരത്തിൽ സഞ്ചരിക്കുന്ന ആളുകൾക്ക് വാഹനങ്ങൾക്കും അപകടം വരുത്തുന്ന രീതിയിലുള്ള ഡ്രൈവിംഗ് ആണ് ഇവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ശക്തമായ നടപടി മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റ് എടുത്തത്. ഇനി കേരള പോലീസ് കൂടെ ഇതിനെതിരായിട്ട് തീർച്ചയായിട്ടും ഒരു FIR എടുക്കേണ്ടി വരും. 279 290 279 290 283 അത് കേരള പോലീസിന് എടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ആ വകുപ്പുകൾ മോട്ടോർ വെഹിക്കിൾസിന് അനുവാദമായ വകുപ്പുകൾ ഉണ്ടെങ്കിൽ അത് എടുക്കാൻ പറ്റും. യൂട്യൂബർമാർ പലരും കേരളത്തിലെ അവരുടെ വ്യൂവേഴ്സിനെ കൂട്ടാൻ വേണ്ടി ഇതുപോലുള്ള റീൽസുകൾ എടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പാമ്പിനെ ചിലർ പിടിക്കുന്നു, കൈകൊണ്ട് പിടിക്കാൻ പോകുന്നു, പാമ്പ് കൊത്താൻ വരുന്നതും ഒക്കെ രസകരമായി തോന്നിയെങ്കിലും പലർക്കും കൊത്തുകിട്ടിയത് ചിലരൊക്കെ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് യൂട്യൂബർമാർ വളരെ ശ്രദ്ധിച്ചു വേണം ഇനി മുന്നോട്ട് പോകാൻ. അവര് ഇവിടുത്തെ ഒരു മോട്ടോർ വെഹിക്കിൾസിന്റെയോ അല്ലെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡിലെ വയലേഷൻ നടത്തുന്ന പ്രവൃത്തി ചെയ്യരുത്. അത് കേസുണ്ടാകുന്നത് മാത്രമല്ല അറസ്റ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ അതിന് ശിക്ഷ ഉണ്ടാവുകയും ചെയ്യും. അപ്പം ഇവിടെ പല രീതിയിലുള്ള കുറ്റങ്ങളാണ് ഇവരിവിടെ ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ഇനി യൂട്യൂബിലേക്ക് പോകുന്നെങ്കിൽ വളരെ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പാറയിൽ നിന്ന് എടുത്ത് ചാടി അല്ലെങ്കിൽ ഒരു പാലത്തിൽ നിന്ന് എടുത്ത് അഗാധമായ കുഴിയിലേക്ക് ചാടി ഒക്കെ കാണിക്കുന്നതൊക്കെ സംഗതി കൊള്ളാൻ കാണാൻ നമുക്ക് രസമുണ്ടാവും, പക്ഷേ ആ ജീവൻ അപകടത്തിലാണ്. അത് മാത്രമല്ല ഇത് കുട്ടികളൊക്കെ പലരും ഇത് ആവർത്തിക്കാൻ സാധ്യതയുണ്ട്, അവർക്ക് അപകടം വരുത്തുകയും ചെയ്യും. പാമ്പിനോടുള്ള കളികളൊക്കെ നിർത്തണം. പലരും അത് കാണിക്കുന്നുണ്ട്. പാമ്പ് കൊത്തി ഇതിലിടയ്ക്ക് അബദ്ധത്തിൽ കൊത്തി അഭ്യാസമൊന്നും നടക്കത്തില്ല. പാമ്പിൻ്റെ അടുത്ത് അവന്റെ ഫ്ലെക്സിബിലിറ്റിയുടെ തോത് നമ്മളേലും കൂടുതലാണ്. അതുകൊണ്ട് എപ്പം വേണമെങ്കിലും അവൻ ശരീരത്തിൽ ആഞ്ഞു കൊത്താനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ഡേഞ്ചറസ് ആയ പ്രവൃത്തികളൊക്കെ ചെയ്യാൻ പാടില്ല. മലയെന്ന് അല്ല ഒരു പാറയിൽ നിന്ന് മറ്റേ പാറയായിട്ട് ചാടുക, ഒരു റോഡിന്റെ അല്ലെങ്കിൽ ഒരു പുഴയുടെ തീരത്ത് നിന്ന് വലിയ പാറപ്പുറത്ത് നിന്ന് വലിയ കയത്തിലോട്ട് ചാടുക. ആ ചാടുന്നിടത്ത് ഒരു പാറ ഉണ്ടോ ഇല്ലോ എന്ന് നല്ല നിശ്ചയമില്ല. ഈ യാത്രയും ടൂറും ഒക്കെ പോകുന്ന വഴിക്ക് പലരും കാണിക്കുന്ന പ്രവൃത്തിയാണിത്. അതുപോലെ തന്നെ കുട്ടികളൊക്കെ യാത്ര ചെയ്യുമ്പോൾ പരിചയമില്ലാത്ത സ്ഥലത്ത് വെള്ളത്തിലിറങ്ങി ആ ഒഴുക്കിപ്പെട്ട് ഒത്തിരി കുട്ടികൾ മരിക്കുന്നുണ്ട്. ദിവസം തോറും മരിക്കുന്നതായിട്ടാണ് കാണുന്നത്. കേരളത്തിലെ കൊച്ചുകുട്ടികൾ വളരെയധികം നഷ്ടപ്പെടുന്നു. പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് അവിടെ ബന്ധുക്കളുടെ വീട്ടിൽ പോയിട്ട് അവരറിയാതെ അവരുടെ അടുത്തുള്ള പുഴയിലോ അല്ലെ ചെറിയ അരുവിയില് അല്ലെ നീരൊഴുക്കിലെ പോയി ആ ഒഴുക്കിനകത്ത് പെട്ട് കൊച്ചുകുട്ടികൾ 3 വയസ്സ് മുതലുള്ള കുട്ടികൾ പലരും മരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം ആൾക്കാർ. ഇതൊക്കെ പലരും TV വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ യൂട്യൂബിനകത്ത് വരാൻ വേണ്ടിയിട്ട് എല്ലാവരും മാതാപിതാക്കള് ഫോട്ടോ എടുക്കുന്ന കാണാം. അതിൻ്റെ ഇടയ്ക്ക് കൊച്ചിന് അപകടം ഉണ്ടാകുന്ന കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ അപകടം ധാരാളം പേർക്ക് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഇതുപോലെയുള്ള റിസ്കി ആയിട്ടുള്ള യൂട്യൂബേഴ്സ് എല്ലാവരും അതിൽ നിന്ന് പിന്മാറി നല്ല പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ യൂട്യൂബിൽ വരട്ടെ. അവർക്ക് അഡ്വൈസ് കൊടുക്കത്തക്ക രീതിയിലും നല്ല പ്രവൃത്തികൾ മാത്രം ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യട്ടെ.